ഇതൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടി കുറെ നേരമായിട്ട് കാത്തു നിൽക്കായിരുന്നു ഞാൻ. എന്താ 2 റോൾ നെഗറ്റീവാ. ആര് തന്നു അത്? അയാളുടെ പേരെനിക്കറിയില്ല. പലരും പല പേരിലാ വിളിക്കണേ. അല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ സ്ഥിരമായിട്ടൊരു പേര് അല്ലേ? ആ, നിങ്ങളിത് വാങ്ങൂ. എനിക്കൊരുപാട് ജോലി വേറെയുണ്ട്. ഇല്ല, നിങ്ങളിത് ഏൽപ്പിച്ചത് ആരാണെന്ന് അറിയാതെ എനിക്കിത് വേണ്ട. എന്താ പറയാ, നിങ്ങൾ എന്നെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം. അയാൾക്ക് സിറ്റിയിലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ആളൊരു വിചിത്ര സ്വഭാവിയാ. ശരി, എനിക്കറിയൂ. ഞാൻ വരട്ടെ, നേരെ ഒരുപാടായി. ആ, കണ്ടോൺമെന്റ് റോഡിലുള്ള ഗംഗോത്രി, അതാ റെസ്റ്റോറന്റിന്റെ പേര്. ഞാൻ വരട്ടെ. പോന്നോ? ഇനി ആ റെസ്റ്റോറന്റ് നടത്തുന്ന ആളിന്റെ വായിന്നൂടെ വല്ലതും കേട്ട് കഴിഞ്ഞാൽ സമാധാനത്തോടെ വീട്ടിലേക്ക് പോവാലോ. അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന പുതിയൊരു കഥാപാത്രം. പിന്നെ അയാളെ തേടിപ്പോ. ഇല്ല, എന്റെ മനസ്സ് പറയുന്നു അവിടെ അയാളുണ്ടാവും. ഒരു തവണ കൂടി പ്ലീസ് വിമല. ഞാൻ വരാം. പക്ഷേ ഒരു ചോദ്യത്തിനും കൂടി എനിക്ക് ഉത്തരം കിട്ടണം. സത്യം പറയും, ഇത്രയൊക്കെ ഇട്ട് കറക്കിയിട്ടും അയാളെ കാണണം, ആരാണെന്ന് അറിയണമെന്നുള്ള വാശി എന്താ കാര്യം? പിടിതരാതെ ഒഴിഞ്ഞു മാറുമ്പോ, പുറകെ ഓടി തളരുമ്പോ എനിക്ക് പിന്തിരിയാനല്ല തോന്നുന്നത്. മാരീജന്റെ കഥയുണ്ട്. മാനായി വന്ന് സീതയെ വഞ്ചിച്ചു. അറിയോ അത്? നോക്കാം. Can I help you? आप क्या लेंगे? എന്താ സോഫ്റ്റ് ഡ്രിങ്ക്സ് വല്ലതും? ഓഹോ, മലയാളികളാണല്ലേ. നല്ല ഒന്നാം തരം ഫ്രഷ് ജ്യൂസ് ഉണ്ട്, എടുക്കട്ടെ. ഓക്കെ. ആരാ അതിന്റെ ഓണർ? ഹസൻ, ഹസൻ ബായ് എന്ന് വിളിക്കും. എന്താ മാഡം, ഒരു മുസ്ലിമിന്റെ റെസ്റ്റോറന്റിന് എങ്ങനെ ഗംഗോത്രി എന്ന് പേര് വന്നു എന്നാണോ? ഇസ്ലാം ഹസന് മതമാണ്, സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് എത്താനുള്ള മാർഗം. പക്ഷേ ഭാരതം അതിരിക്കട്ടെ, ഈ ഹസൻ ബായ് ഒന്ന് കാണാൻ പറ്റുമോ? അത് ഞാൻ തന്നെയാണ്. മുസാമ്പി ആകാം, അല്ലെങ്കിൽ ആപ്പിളുണ്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ, ഏതാ നല്ല പഴവിരിക്കുന്നത്. നന്ദ, എന്താ ഇത്? ഡോൺ ബി സില്ലി. അയാൾ എന്തിനാ വിമല എത്ര ക്രൂവലാവുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഏയ് നന്ദ, നീ ഇങ്ങനെ സെൻസിറ്റീവ് ആയാലോ? അല്ല, പോവാണോ? ജ്യൂസ് റെഡിയാവുന്നു. നിങ്ങൾ അയാളുടെ ആളാണ്. എല്ലാരും ചേർന്ന് എന്നെ വിഡ്ഢിയാക്കാണ്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോടെല്ലാം? അയാളെ കാണുമ്പോ പറഞ്ഞേക്കൂ, എല്ലാം ഭംഗിയായിരുന്നു, അയാൾ ഉദ്ദേശിച്ച പോലെ ഞാൻ തോറ്റുന്നു. പക്ഷെ ഇനിയില്ല, ഇനിയും പുറകെ അലഞ്ഞു തിരിയാൻ എനിക്ക് വയ്യ. ഇപ്പൊ എന്താ, അയാളെ കാണണോ? വേണ്ട, എനിക്ക് കാണണ്ട. കാണണം, കണ്ടേ പറ്റൂ. അത് ഈശ്വര നിശ്ചയമാണ് മോളെ. എനിക്ക് കിട്ടിയ വേഷം വളരെ ചെറുതായിരുന്നു. പക്ഷേ എല്ലാ നിർദ്ദേശങ്ങളും തെറ്റിച്ച് ഞാൻ ഈ നാടകം അവസാനിപ്പിക്കാൻ പോവാ. എനിക്കറിയാം അവനിപ്പോ എവിടെയുണ്ടെന്ന്. ഉള്ളതുപോലെ പറയാൻ ഞാൻ മടിക്കത്തില്ല. ഞാനിപ്പോ ഇട്ടിരിക്കുന്ന സൂട്ടാ, കഴിക്കുന്നത് സ്കോച്ചാ. ഇതൊന്നും എന്റെ അപ്പൻ പ്ലാമൂട്ടി പൈലിത്തറ എന്റെ സ്വത്ത് വിറ്റിട്ടുള്ള ഷൈനിങ് അല്ല. തരകൻസ് കൺസ്ട്രക്ഷൻസ് ഇന്ന് ബാംഗ്ലൂരിൽ നമ്പർ 1. എന്റെ സ്റ്റാഫിന്റെ ആത്മാർത്ഥമായ സഹകരണമാണ് എന്റെ ഈ കമ്പനിയെ ഇന്ന് ഈ നിലയെത്തിച്ചത്. ഈ നിൽക്കുന്ന മേസ്തിരി മാധവേട്ടനറിയാം ഞാൻ എങ്ങനെയാ തുടങ്ങിയതെന്ന്. പിന്നെ ദൈവം തമ്പുരാൻ എനിക്ക് കൊടുത്തുന്നൊരു നിധിയുണ്ട്. ബാക്ക് ബോൺ ഓഫ് ദ ഫേം, ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ ഫേം, എന്റെ ചീഫ് ആർക്കിടെക്ട്, എന്റെ സ്വന്തം സഹോദരൻ. എവിടെ എവിടെ? ഈ മനുഷ്യനാണ് എന്റെ ക്യാപിറ്റൽ, എ പ്രോഡക്റ്റ് ഓഫ് MIT അമേരിക്ക. എവിടെ ഡ്രിങ്ക്? ഡ്രിങ്ക് എവിടെ? Friends, I am Narendran. Cheers. Drinking for the first time. Using one finger, support of the thumb. One jug. One sip. One dot. One mush. And one whistle.
am Narendran. Narendran. Drink. തെറ്റൊന്നായില്ലല്ലോ ഒന്ന് പൊട്ടിച്ചത്. അത്രയ്ക്ക് മനുഷ്യനായിട്ട് വട്ട് കളിപ്പിച്ചില്ലേ? ഇത്ര കുസൃതി പാടില്ല. എന്നിട്ടൊരു ചിരിയും. അപ്പോഴാ എന്റെ ടെമ്പർ ലൂസായ. ഹലോ, കൊറേ നേരം ആയല്ലോ ഈ പിറുപിറുപ്പ് തുടങ്ങിയിട്ട്. ലൈറ്റ് അണച്ചിട്ട് വന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? പറഞ്ഞൊന്നും കേട്ടില്ല, പക്ഷേ രോഗം മനസ്സിലായി. ഇനി അയാൾ വരുമോ എന്റെ മുമ്പില്? പുതിയ നമ്പേഴ്സ് വല്ലതും ഇറക്കും ചിലപ്പോ. ഏയ്, എനിക്ക് തോന്നുന്നില്ല. നോക്കാം. ഞാൻ നരേന്ദ്രൻ, ഒരു ആർക്കിടെക്ട്, നാട് പട്ടാമ്പി. ഈ ബിൽഡിംഗ് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയത്, ദ ഹയസ്റ്റ്. ഇപ്പോൾ ഇതിലും എത്രയോ ഉയരത്തിൽ ഞാനൊരു സ്വപ്നം ഡിസൈൻ ചെയ്യുകയാണ്. അത് നന്ദ എന്ന തന്നെ ബേസ് ചെയ്താണ്. ദാറ്റ് മീൻസ് തൻ്റെ കൂടെയാണ് ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടെ പൊയറ്റിക്കായിട്ട് പറഞ്ഞാൽ, ഈ മുഖം, ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. ഐ ലവ് യു നന്ദ, ഐ ലവ് യു. വളരെ നിസ്സാരമായി ഞാനിത് അവതരിപ്പിച്ചെങ്കിലും എനിക്കതിൻ്റെ സീരിയസ്നെസ് അറിയാം. ജീവിതത്തോട് മുഴുവൻ എനിക്കുള്ളത് ഈ ഫാസ്റ്റ് അപ്രോച്ചാണ്. അതാണ് എൻ്റെ കുഴപ്പവും. ഒറ്റയടിക്ക് ഒരു നോ പറയരുത്. പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇവിടെ ഈ ഉയരത്തിൽ നഗരത്തെ മുഴുവൻ കാൽ കീഴിൽ നിർത്തുന്ന ഈ ഹൈറ്റിൽ വെച്ച് ഞാൻ കുതിച്ചു പോസിറ്റീവായ ഒരു ഉത്തരം കേൾക്കാൻ. ഓക്കെ ഓക്കെ, വരൂ, ഐ ഡ്രോപ്പ് യു. ഇപ്പോൾ ഇതടക്കം ഞാൻ ഒരുപാടായി ബുദ്ധിമുട്ടിക്കുന്നല്ലേ? ഓക്കെ, ബട്ട് ഐ ലവ് യു. പട്ടാമ്പിക്കാരാ, I think I too love you.
Is Narendran here? നരേന്ദ്രൻ നഹി സാബ്, നരൻ. മൈ ഡിയർ നരൻ. എന്ത് ചെയ്യുന്നു കുട്ടി? നിന്റെ കുട്ടി ഒരു വീടിന്റെ ചിത്രം വരയ്ക്കുകയാണ്. അവനും അവന്റെ പെണ്ണിനും കൂടെ പാർക്കാൻ ഒരു കൂട്. ആഹാ, എവിടെയാ കൂട് പണിയുന്നത്? പട്ടാമ്പിയിൽ ഒരു ആലിന്റെ മുകളില? ആകാശം മുട്ടുന്ന മരത്തിന്റെ ഏറ്റവും ഉയരത്തിച്ചില്ലേ. എനിക്ക് കൊതി കൂടുന്നു കേട്ടോ പട്ടാമ്പിയിലെ വീട്ടിൽ പോവാൻ. എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളതെന്ന് കിട്ടിയ ഒരു പിക്ചർ. കേരളം എന്റെ മനസ്സിൽ അത്രേ ഉള്ളൂ. കാവ്, കുളം, അമ്പൽപ്പൂ, അമ്പലം, ശീവേലി, അങ്ങനെ. അമ്മയ്ക്ക് അതെല്ലാം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം എപ്പോഴുണ്ടായിരുന്നു. അച്ഛൻ തികച്ചും ഓപ്പോസിറ്റാ. സിറ്റിയിൽ തന്നെ ജനിച്ചു വളർന്നു. ആർമിയിലായിരുന്ന കാലം കുറെ ട്രാൻസ്ഫർ നോർത്ത് സൈഡിൽ തന്നെ. സത്യം പറഞ്ഞാൽ അച്ഛന് കേരളം ഇഷ്ടമേ അല്ലായിരുന്നു. നമുക്കൊരു നാടൻ ലൈഫ് വേണം. സിറ്റിയിലെ തിരക്കിൽ നിന്നും ഒളിച്ചോടി ചെല്ലാൻ നാട്ടും പുറത്തൊരു വീട്. നന്ദയുടെ ഈ ടേസ്റ്റ് എനിക്ക് പുതിയതാണ്. എനിക്ക് സത്യത്തിൽ സിറ്റിയാണ് ഇഷ്ടം. അതും ബിഗ് ബിഗ് സിറ്റീസ്. ചെല്ലുന്നിടത്തെല്ലാം ഏറ്റവും വലിയ കെട്ടിടങ്ങൾ. അതും ഞാൻ ഡിസൈൻ ചെയ്തതായിരിക്കണം. ടവറിംഗ് ഡ്രീംസ്. ഒരു സ്വപ്നത്തിനും ഞാൻ തടസ്സമാവില്ല. എല്ലാ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മുടേതാവണം. ഞാനും നീയും എന്ന രണ്ട് റിയാലിറ്റികളില്ല, നമ്മളെന്ന ഒരു സത്യം മാത്രം. പറയൂ, എന്നാണ് നമ്മൾ പട്ടാമ്പിക്ക് പോകുന്നത്? വൈകാതെ. പിന്നെ നന്ദ വീട്ടിൽ കയറി ചെല്ലുമ്പോ സത്യത്തിൽ ഞെട്ടും. അതുപോലൊരു വണ്ടർ അവിടെ കാത്തിരിപ്പുണ്ട്. എന്താ അത്? അത് പറയില്ല, ഒരു സസ്പെൻസ്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ, അവിടെ എത്തും വരെ. പറയൂ നരൻ, നോ നോ, please. വെയിറ്റ്. ശരിക്കും ഞെട്ടോ? പിന്നെ വാ പൊളിച്ചതാ ഇങ്ങനെ ഇരുന്നു. എന്നാ വെയിറ്റ് ചെയ്യാം. വിമല കാത്തിരിക്കായിരിക്കും ഉറങ്ങാതെ. ഈ വിമല എന്താ കല്യാണം കഴിക്കാത്ത? പൊളിഞ്ഞൊരു അഫയറിന്റെ ഓർമ്മയും കൊണ്ട് നടക്കുക. കല്യാണം കഴിക്കില്ലെന്നാ. എന്ത് പറ്റി കാമുകൻസിന്? പിണങ്ങി പിരിഞ്ഞതാണോ അതോ ജീവനോടില്ലേ? ഏയ്, അയാള് വേറെ കെട്ടി. ഇപ്പൊ ജർമ്മനിയിലാ. അയ്യോ പാവം. എന്നിട്ട് ആ ഓർമ്മ തന്നെ ഇരിക്ക. എന്തൊരു സ്റ്റുപ്പിഡിറ്റി അല്ലേ. നരൻ, നരൻ, നരൻ പ്ലീസ്. സോറി എന്താ? നരൻ, മനസ്സുകൊണ്ട് നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരുങ്ങുന്ന ഒരു മൊമെന്റ് വരും. കാത്തിരുന്നോടെ നമുക്ക്. എന്തിനാ അത് സ്പൈൽ ചെയ്യുന്നത്? സോറി നന്ദ, മറന്നേക്കൂ. പിണങ്ങല്ല എന്താ? എനിക്ക് പിണങ്ങാൻ കഴിയില്ലല്ലോ. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ധൃതിയില്ല. വേണ്ട, ഇവിടെ നിന്ന് അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. കം. ഇറങ്ങ. നീ കണ്ടിട്ടില്ലല്ലോ വീട്. വേണോ? ശല്യമായി തോന്നുമായിരിക്കും. ചുമ്മാ വാന്നേ. അല്ല, എവിടെ പോയി? വീട് പൂട്ടിയിരിക്കണു. അറിയില്ല. ഓഫീസിൽ അല്ലെങ്കിൽ സൈറ്റിൽ എവിടെങ്കിലും. ഇല്ല, അവിടെ എത്തിയിട്ടില്ല. തരൻ സാറ് പറഞ്ഞിട്ടാ ഞാൻ വരണം ഇവിടെ ഒന്ന് നോക്കാൻ. കാലത്ത് സാറിനെ വിളിച്ച് പറഞ്ഞു അത്രേ, ഒരിടം വരെ പോവാണ്, എന്നാ തിരിച്ചെത്താന്ന് പിന്നെ വിളിച്ചു പറയാന്ന്. പിന്നെ സാറ് ഫോൺ ചെയ്തപ്പോ ഇവിടെ ആരും എടുക്കണില്ല. അപ്പൊ കുട്ടിക്ക് അറിയില്ല. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ചിലപ്പോ എങ്ങനെയൊക്കെ അയാളുടെ സ്വഭാവം. എന്തു പറ്റി മോളെ? ഒന്നും പറയാതെ പോയി. എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. എന്തിനാ ഹസൻ ഭായി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്നെ വെറുതെ വേദനിപ്പിക്കാനോ? എവിടെ പോകാനാ? ഇനി വരും. ചിലപ്പോ ഒന്ന് പറ്റിക്കാൻ ചെയ്തതാവും. അറിയില്ലേ സ്വഭാവം? പഴയ പോലെ അല്ല ഹസൻ ഭായി. എനിക്ക് പേടിയാവുന്നു. അറിയിക്കുന്നതിലേറെ കയ്യിൽ കിട്ടിയ നിമിഷം തൊട്ട്
ഉള്ളിലൊരു പെടച്ചിൽ പോലെ. സമാധാനായിട്ടിരിക്കെ. എപ്പ വന്നാലും കയ്യോടെ ഞാനങ്ങ് പിടിച്ചോണ്ടിരാം. പോരെ? കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഞാൻ പോട്ടെ. ഉം.